Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം പനമണ്ണയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. പനമണ്ണ സൗത്ത് അമ്പലവട്ടം കോതകുരിശി റോഡിലാണ് ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ട് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്നത്. കുരുടി ശിവക്ഷേത്രത്തിനു സമീപം പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന റോഡിലാണ് കുഴി രൂപപ്പെട്ട സാഹചര്യം. മഴയ്ക്കിടെ വെള്ളം പടവിനുള്ളിലൂടെ ഇറങ്ങിയാണ് മണ്ണ് ഇടിഞ്ഞു താഴ്ന്നത്. കൽവേർട്ടില്ലാത്ത ഭാഗത്ത് വെള്ളം ഒഴിഞ്ഞു പോകാൻ പാതയ്ക്കടിയിൽ വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച പൈപ്പ് മാത്രമാണുള്ളത്. റോഡിന്റെ മധ്യഭാഗത്ത് കുഴി രൂപപ്പെട്ടതോടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമായി. ബസ് സർവീസുകൾ നിർത്തിവെച്ചു. പ്രദേശത്ത് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി. ക്വാറി വേസ്റ്റ് നിറച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനാണ് ശ്രമം. അതേസമയം കലുങ്ക് നിർമ്മിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട നഗരസഭാ കൗൺസിലർ സി സജിത് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. ഇത് 13 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയുള്ള ഈ കൽവാട്ട് തകരുകയും അവിടെ താൽക്കാലികമായിട്ട് പൈപ്പുകൾ ഇട്ടുകൊണ്ട് ഗതാഗത യോഗ്യമാക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടെ ഒരു സ്ഥിരമായിട്ടൊരു കൽവാട്ട് നിർമ്മാണമാണ് നടത്തേണ്ടിയിരുന്നത്. അന്ന് അത് ചെയ്യാത്തത് കാരണമാണ് വീണ്ടും ഈ റോഡ് തകർച്ചയിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ ഒറ്റപ്പാലം നഗരസഭ അധികൃതരെ വിവരമറിയിക്കുകയും അവർ വന്ന് സ്ഥലം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ ഒറ്റപ്പാലം ചെപ്പശ്ശേരി, ഒറ്റപ്പാലം പനമണ്ണ, ഒറ്റപ്പാലം കോതകുരിശി റൂട്ട്. ഇതിലൂടെ ഒരുപാട് സ്കൂൾ വാഹനങ്ങളും ബസ്സുകളും കടന്നു പോകുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാൻ വേണ്ട നടപടികളും അടിയന്തരമായിട്ട് ഇത് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു പുതിയ കൽവാട്ട് നിർമ്മാണം പ്രകൃതിക്ഷോഭത്തിൻ്റെ നാശനഷ്ടങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് വകയിരുത്തി ചെയ്യണമെന്നും ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയോടും സബ് കളക്ടറോടും ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.